നമസ്കാരം. അഘോരവിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇതേപോലെ ഒരു പ്രത്യേക ഒരു സാഹചര്യം വന്നു. ബുധൻ്റെ മാറ്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുക. ആ ബുധൻ ജൂലൈ 6 മുതൽ, അതായത് ജൂലൈ 6 2026 ജൂലൈ 6 മുതൽ ഓഗസ്റ്റ് മാസം 5 വരെ ബുധന് ചെറിയ ചലനങ്ങൾ അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഈ മാറ്റം 12 രാശിക്കാരിലും പ്രതിഫലിക്കും. എങ്കിലും അതിൽ ചില രാശിക്കാരെ നമ്മൾ എടുത്തു പറയും. ചില രാശിക്കാർക്ക് പ്രത്യേക ഗുണങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. കാരണം ഈ പറയുന്ന 4 രാശിക്കാർക്കും ബുധന്റെ മാറ്റം വളരെ ഗുണം ചെയ്യും. കാരണം ഗ്രഹങ്ങളുടെ മാറ്റം ഒരു പുതിയ കാര്യമൊന്നുമല്ല. നമ്മളെ പോലുള്ള സാധാരണക്കാർ ആ ഗ്രഹങ്ങളുടെ മാറ്റം നോക്കിയിരിക്കുകയാകും. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമോ? ഒരുപാട് കാലമായി നമ്മൾ പല ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. ഇന്ന് മാറും, നാളെ മാറും നമ്മുടെ കഷ്ടപ്പാട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ഇങ്ങനെ പോകുന്നവരായിരിക്കും മിക്കവാറും. സാധാരണക്കാരെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരിൽ 4 രാശിക്കാർക്ക്, അതായത് 12 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഈ ബുധന്റെ ഈ ചലനം കൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു ജീവിത രീതി, സാമ്പത്തിക മേന്മ ഒക്കെ ഉണ്ടാവാൻ. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നമുക്കറിയാം, വിദ്യ, ബുദ്ധി, ജ്ഞാനം അതിൻ്റെ ഉറവിടമാണ് ബുധൻ. ബുധൻ നമ്മുടെ ജാതകത്തിൽ നല്ല രീതിയിൽ നിന്നാൽ, നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 6, 8, 12 മൗഢ്യം, നീചം ഇതൊന്നും ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ തോതിൽ നമ്മളെ നല്ല രീതിയിൽ ഉയർത്താൻ സഹായിക്കും. കാരണം വിദ്യ, നമുക്ക് നല്ല അറിവുണ്ടാകാം, ജ്ഞാനമുണ്ടാകാം. ബുധന്റെ ഒരു അനുഗ്രഹം ഉണ്ടായാൽ നമുക്ക് പലതരത്തിലുള്ള വിദ്യാഭ്യാസവും നേടാൻ കഴിയും. നല്ല ബുദ്ധി കൂർമ്മതയുള്ള ആളായിരിക്കും. അങ്ങനെ പല തരത്തിലുള്ള മനുഷ്യന് അറിവുകൾ, അധ്യാപകരാവുക, അങ്ങനെ നല്ല അധ്യാപകരൊക്കെ ആവാൻ ബുധൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ കണക്കിലൊക്കെ വലിയ വലിയ ആൾക്കാരാവാം. കണക്ക്. അപ്പോൾ അങ്ങനെ ബുധന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാം. വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ബുധന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടാവും. ആൾക്ക് നല്ല ഉയരങ്ങളിലെത്തും അദ്ദേഹം പഠിച്ചിട്ട്. അപ്പൊ ഇത്തരം ഗുണങ്ങളൊക്കെ ബുധന്റെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. അപ്പൊ ബുധൻ നമ്മുടെ ജാതകത്തിൽ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ വരും. എന്തായാലും നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ എപ്രകാരം നിൽക്കുന്നു എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. കാരണം ബുധന്റെ നൃത്തം നല്ല രീതിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ജാതകം ഒന്നും ശ്രദ്ധിക്കുക. ജാതകം ഇല്ലാത്തവര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ചില കുട്ടികളൊക്കെ പഠിക്കാൻ വളരെയധികം പിന്നിലായിരിക്കും. എത്ര പറഞ്ഞു കൊടുത്താലും അവരുടെ തലയിൽ കയറില്ല. എത്ര പഠിച്ചാലും അവർക്ക് പരീക്ഷ പാസ്സാവാൻ കഴിയില്ല. അല്ലെങ്കിൽ പഠിച്ചതൊന്നും അവരുടെ മനസ്സിൽ നിൽക്കില്ല. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ചോദിച്ചാൽ അവർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല. ഇത് അവരുടെ കുറ്റം കൊണ്ടല്ല. അവരുടെ ജാതകം ശ്രദ്ധിച്ചാൽ അറിയാം, ബുധന് മൗഢ്യമോ നീചമോ ഈ പറയുന്ന ശത്രുക്ഷേത്ര സ്ഥിതിയോ അല്ലെങ്കിൽ 6, 8, 12 ഭാവാധിപത്യമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബുധൻ അങ്ങനെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബുധന്റെ ഗുണങ്ങൾ നമുക്ക് അത്ര ലഭിക്കില്ല. അതുകൊണ്ട് പഠനത്തിലൊക്കെ പിന്നിലേക്ക് പോകും കുട്ടികൾ. നമ്മൾ കുട്ടികളെ തല്ലി പഠിപ്പിക്കും, പലതും കൊടുത്തു നോക്കും, ഉറക്കൊഴിച്ചിരുന്ന് പഠിപ്പിക്കും, കുട്ടികൾ കിടന്ന് ഉറങ്ങും. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവുക. ആ കുട്ടികളായിട്ടാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ ആയിത്തീർന്നത്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജാതകം, കുട്ടികളുടെ ജാതകം, നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. അപ്പൊ മാത്രമല്ല, സാമ്പത്തിക സ്ഥിതിയും ബുധന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവാം. ഇത് മാത്രം, ജീവിതത്തിൽ സകല ഗുണങ്ങളും ബുധൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. ബുധൻ ഒരു ശുഭഗ്രഹമാണ്. വ്യാഴത്തെ പോലെ തന്നെ നമ്മൾ വ്യാഴത്തിന്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ നോക്കിയിരിക്കുകയാണ്. ശനിയുടെ മാറ്റം നമ്മൾ നോക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ശുക്രന്റെ മാറ്റം നമ്മൾ നോക്കിയിരിക്കുകയാണ്.
അതേപോലെ തന്നെയാണ് ബുധന്റെ മാറ്റവും. ചെറുതല്ല, ബുധന്റെ മാറ്റം വലിയ രീതിയിൽ ജീവിതത്തെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തികമായിട്ടും ദാമ്പത്യ ബന്ധത്തിലും ഒരു കെട്ടുറപ്പോടുള്ള ദാമ്പത്യ ബന്ധം ഉണ്ടാക്കിയെടുക്കാനൊക്കെ ബുധന്റെ അനുഗ്രഹം കൂടിയേ തീരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോവുകയാണ്. എന്തായാലും നിങ്ങളുടെ ജാതകത്തിൽ ഇത്തരം ബുധൻ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് താഴെ അറിയിക്കുക. അതുപോലെ തന്നെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. ജാതകം ഇല്ലാത്തവർ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്തും വെച്ച് പരിശോധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ എല്ലാ മാസവും കറുത്ത വാവ് അമാവാസിക്ക് ശാക്തയ പൂജ, പുഷ്പാഞ്ജലിയൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, ആ ഭഗവാന്റെ അനുഗ്രഹത്തിനായി ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കുടുംബങ്ങളുടെയും നിങ്ങളുടെയും വീട്ടുപേരും അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്തി കമന്റ് ബോക്സിൽ ഇടുക. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും പൂജയിലും പുഷ്പാഞ്ജലിയും ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ബുധന്റെ സംക്രമണം കൊണ്ട് ഏറ്റവും നല്ല ഗുണഫലങ്ങളായിരിക്കും ലഭിക്കുക. ജോലി സ്ഥലത്ത് പുതിയ സ്ഥാനക്കയറ്റം ഉണ്ടാകും, ശമ്പള വർധനവും ഉണ്ടാവും, പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതിനുള്ള ഗുണവും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വ്യാപാരികൾക്ക് പുതിയ കരാർ ഒപ്പിടാനും പുതിയ അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ കുടുംബാന്തരീക്ഷം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. മത്സര പരീക്ഷകളിൽ അഥവാ കുട്ടികൾ പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ഈ ബുധന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നവർക്കും ഈ ബുധന്റെ മാറ്റം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഏറെ ഗുണഫലങ്ങളും ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പല മേഖലകളിലും ആ മേഖല ഒന്ന് പുഷ്ടിപ്പെടാൻ ഈ ബുധന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. സന്തോഷകരമായ ഒരു കുടുംബജീവിതമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ബുധന്റെ ഈ സംക്രമണ വേളയിൽ ലഭിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അടുത്തതായിട്ട് മിഥുനം രാശിയാണ്. മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് ബുധന്റെ സ്വന്തം രാശിയായ ഈ സംക്രമണ വേളയിൽ അതായത് ഏറ്റവും ഏറെ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും, പുതിയ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശ യാത്ര അതുപോലെ വിദേശ ബന്ധമുള്ള ജോലികളും ലഭിക്കാൻ സാധ്യത. പുതിയ കൂട്ടുകെട്ടുകൾ കൊണ്ട് നമുക്ക് ഏറെ ഗുണം ചെയ്യും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്ന അവസരമായിരിക്കും ഈ പുതിയ കൂട്ടുകെട്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ആത്മവിശ്വാസം വർദ്ധിക്കുമെന്ന് പറഞ്ഞു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അതുപോലെ തന്നെ വിദേശത്തേക്ക് ജോലിക്കും പഠനത്തിനും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയമായിരിക്കും ബുധന്റെ ഈ സംക്രമണ വേളയിൽ സംഭവിക്കാൻ പോകുന്നത്. സാമ്പത്തിക സ്ഥിതിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് നല്ലൊരു മാറ്റം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കരിയർ ഏറെ ഗുണകരമായിരിക്കും. കച്ചവടത്തിൽ മുന്നേറ്റം ഉണ്ടാകും. പുതിയ കച്ചവട ബിസിനസ് സ്രോതസ്സുകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമായിരിക്കും. ഈ മിഥുനം രാശിക്കാർക്ക് ഏറെ ഗുണങ്ങളായിരിക്കും. സ്വന്തം രാശി ആയതുകൊണ്ട് തന്നെ അത് വളരെയധികം മെച്ചമുള്ള ഒരു സമയം തന്നെയായിരിക്കും ഈ രാശിക്കാർക്ക്. എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്ത കന്നി രാശിയാണ്. കന്നി രാശി വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ബുധന്റെ സംക്രമവേളയിൽ വലിയ തോതിലുള്ള മാറ്റം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് മുന്നേറ്റം ഉണ്ടാകും. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് നല്ല പുതിയ പ്രതീക്ഷകൾ വളരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറെ നാളായി മുടങ്ങിക്കിടക്കുന്ന പല പ്രവർത്തികളും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെയാണ് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും. നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടം, വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുമെന്നും ഉറപ്പിക്കാം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കും. നല്ലൊരു ഐക്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആരോഗ്യ കാര്യങ്ങൾ ആശ്വാസകരമായ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പുതിയ അവസരങ്ങൾ വന്നു ചേരും. ഈ ഒരു മാസക്കാലം പദ്ധതികളും നിക്ഷേപങ്ങളും നടത്താൻ അനുയോജ്യമായ സമയമായിരിക്കും. ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കാൻ ഇടയുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നതിനാൽ നിങ്ങൾക്ക് വിജയസാധ്യത ഏറെ കൂടുതലാണ്. എന്തായാലും വിദ്യാർത്ഥികൾക്കും ഇത് അനുകൂലമായ സമയമായിരിക്കും. എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം.
അടുത്തായിട്ട് മകരം രാശിയാണ്. മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം വലിയ വിജയസാധ്യതയുള്ള സമയമാണ്. ബുധന്റെ ഈ സംക്രമണവേള ഏറ്റവും ഗുണകരമായിരിക്കും മകരം രാശിക്കാർക്ക് എന്നാണ്. പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കാനോ അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ ശമ്പള വർധനവോ ഉണ്ടാവാനോ ഒക്കെ സാധ്യത കൂടുതലാണ്. അത് വ്യാപാരികൾക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പിക്കാം. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം ലഭിക്കുന്ന സമയമായിരിക്കും മറ്റുള്ള എല്ലാ ബിസിനസ്സുകാർക്കും ലഭിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷ വാർത്തത്തും സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി ആലോചിച്ചിരുന്ന പല പദ്ധതികളും നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം. ബുധൻ അനുകൂലമായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നതായിരിക്കും. അതുപോലെ സാമൂഹിക രംഗത്ത് അംഗീകാരവും ബഹുമാനവും വർദ്ധിക്കുകയും ചെയ്യും. ഈ സമയവും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. അതുപോലെ ഈ ഹണിമൂൺ ട്രിപ്പുകളൊക്കെ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ദമ്പതിമാർക്ക് ഒക്കെ, കപ്പിൾസിനൊക്കെ ഏറെ അനുകൂലമായ സമയമായിരിക്കും ബുധന്റെ ഈ മാറ്റം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ 4 രാശിക്കാരെ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങളുടെ ഈ അവസരങ്ങളും ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെ ബുധനാഴ്ച ദിവസങ്ങളിൽ നല്ല രീതിയിൽ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടായ പാൽപായസം കഴിപ്പിക്കുക, നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്തം കഴിപ്പിക്കുക, ഇതൊക്കെ ഏറെ നല്ലതാണ്. മഞ്ഞപ്പട്ട് ഭഗവാന് ചാർത്തിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ താമരമാല, തൃക്കൈവെണ്ണ, ഇതൊക്കെ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളൊക്കെ 10 ഇരട്ടിയായി നിങ്ങളുടെ കൈകളിൽ എത്തും. ബുധന്റെ ദേവതയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ കൂടിയിട്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കാൻ സാധ്യത ഏറെയാണ്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് പരിഹരിക്കുക. എൻ്റെ അടുത്ത് പല ആൾക്കാരും ജാതകം അയച്ചു വരാറുണ്ട്, ഞാനത് നോക്കിക്കൊടുക്കാറുണ്ട്. ഞാൻ ആരോടും അതിന് ഫീസ് പറയാറില്ല. കാരണം ഞാൻ ഫീസ് പറഞ്ഞിട്ട് മേടിക്കാറില്ല. ഒരു ദക്ഷിണ അയക്കാൻ പറയും, അത് എന്തയച്ചാലും ഞാൻ സ്വീകരിക്കും. പലരും പല ദക്ഷിണയ്ക്ക് അയക്കാറുണ്ട്. അപ്പൊ എത്രയാണെങ്കിലും അതിന്റെ വലിപ്പച്ചെറുപ്പം നോക്കാതെ ഞാനത് നോക്കിക്കൊടുക്കും. പണത്തിന്റെ വലിപ്പച്ചെറുപ്പമല്ല, ഞാൻ ഒരേപോലെ സീനിയോറിറ്റി പ്രകാരം അവരുടെ ജാതകം നോക്കിക്കൊടുക്കും. ആരാദ്യം അയക്കുന്നോ അവരുടെ ജാതകം നോക്കിക്കൊടുത്തിട്ടേ അടുത്ത ആളെ നോക്കിക്കൊടുക്കുകയുള്ളൂ. അത് കൃത്യമായിട്ട് ഞാൻ നടത്തിയിരിക്കും. ഞാൻ പണത്തിന് വേണ്ടിയിട്ട് ഞാൻ ആരോടും ഒരു പൈസ വേണമെന്ന് ഞാൻ പറയാറില്ല. ദക്ഷിണ അയക്കാൻ പറയും, അത് അവർ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ജാതകം ഒന്ന് പരിശോധിപ്പിക്കണം എന്ന് എന്നെ കൊണ്ട് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ മറ്റുള്ളവരിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ മാസവും കറുത്തവാവ് അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടാവും. നിങ്ങളുടെയും കുടുംബത്തിന്റെയും നാളും പേരും ചേർക്കുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.